കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ശങ്കറിനെ പോലീസ് കൊണ്ടുപോവാണ്. പെട്ടെന്ന് ഗൗരി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുക. അത് ഗൗരിയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ആ കണ്ടത്. ഗൗരി അലറി കരഞ്ഞോണ്ട് എഴുന്നേറ്റ് ഇനിയിപ്പോ ശങ്കർ ചോദിച്ചു, എന്താ ഗൗരി, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഗൗരി ആകെപ്പാടെ വേർത്ത് കുളിച്ചിരുന്നു. നീ വല്ല സ്വപ്നം കണ്ടോ? കണ്ടു. പിന്നീട് ശങ്കറിനെ കെട്ടിപ്പിടിക്കണം. ശങ്കർ, ആ ധ്രുവന്റെ പുറകെ പോവണ്ട, അത് അപകടമാണ്. എനിക്ക് ശങ്കറിനോടൊപ്പം ജീവിക്കണം. എനിക്ക് കൊതി തീർന്നില്ല ജീവിച്ച്, എനിക്ക് ജീവിക്കണം എന്ന് പറയാ. ഗൗരി, നിനക്ക് എന്താ പറ്റിയത്? കാര്യം പറ. ഞാൻ പറഞ്ഞല്ലോ ശങ്കറെ, എനിക്ക് ശങ്കറിനെ വേണം. ഞാൻ ശങ്കറിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഗൗരി പിന്നെയും പിന്നെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക. നീ എന്തോ സ്വപ്നം കണ്ടു പേടിച്ച. സാരില്ല, ബാ കിടക്കാൻ പറയണേ. എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയാ. അങ്ങനെ ശങ്കർ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. ഗൗരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഗൗരി ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ശങ്കർ ബാ കിടക്കാൻ പറയാണ്. പക്ഷെ ഗൗരി പറഞ്ഞു, എന്താ, എനിക്ക് ഉറക്കം വരുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വന്ന് കിടന്നേന്ന് പറഞ്ഞ് ഗൗരിയെ പിടിച്ച് ചേർത്ത് കിടത്തുവാണ്. പിന്നീട് ഗൗരി വെച്ചു, എന്നെ ഞാൻ നെഞ്ചോട് ചേർത്തൊന്ന് കിടത്തുവോ. അങ്ങനെ ശങ്കർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടത്തി തലമുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഗൗരിയുടെ കണ്ണടഞ്ഞു പോണം. അപ്പൊ ശങ്കർ മനസ്സിൽ കരുതി ഗൗരിയുടെ ഉള്ളിൽ ടെൻഷൻ ആയിട്ടുണ്ട്. ഒരു പക്ഷെ ധ്രുവനെ താൻ എന്തെങ്കിലും ചെയ്ത് താൻ അകത്തു പോകുന്ന പേടിയുണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ ആ ധ്രുവനെ അങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ ഞാൻ മാളത്തിൽ നിന്ന് ഞാൻ പുറത്തിറക്കുമെന്ന് ശങ്കർ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഗൗരി ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗംഗ വരുന്നത്. ഗംഗ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ആളാന്ന് പറയണേ. എന്താ? അല്ല, ശങ്കു എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. ഞാനോടത്ത് ഗൗരി എങ്കിലും എന്നോട് ഈ കാര്യം പറയുന്നു. എന്ത് കാര്യം? അല്ല, നിങ്ങൾ രണ്ടും ട്രിപ്പ് പോകുന്ന കാര്യം. ട്രിപ്പോ എവിടെ? പിന്നെ ഒന്നും അറിഞ്ഞില്ല പോലും. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എവിടെ ട്രിപ്പ് പോകുന്ന കാര്യമാ? ഗൗരിയും ശങ്കും കൂടെ ട്രിപ്പ് പോകുന്ന കാര്യമേ. അല്ല, ഇതൊക്കെ എങ്ങനെയാ ഗംഗ അറിഞ്ഞേ? ശങ്കർ പറഞ്ഞാണ്. ശങ്കർ പറഞ്ഞല്ല, ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയമ്പലത്തിലെ. ആഹാ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ ശങ്കുനെ നോക്കിയപ്പോൾ ശങ്കുനെ കാണുന്നില്ല. ആ സമയം അവിടെ വേറൊരാളൊന്ന് സോപാനം വായിച്ചുകൊണ്ടിരിക്കണം. പിന്നീട് ഞാൻ അവിടുത്തെ തിരുമേനിയോട് ചോദിച്ചപ്പോൾ തിരുമേനിയെ പറഞ്ഞേ ശങ്കർ അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ചെന്ന്. ജോലി വേണ്ടാന്ന് വെക്കാതെ ശങ്കർ ജോലി വേണ്ടാന്ന് വെച്ചു. അവളെ പകരം ആളെ ഏർപ്പാടാക്കുകയും ചെയ്തു. അത് ശങ്കർ തന്നെ ആളെ ഏർപ്പാടാക്കിയത്. അല്ല, അതെന്തിനാ ശങ്കർ ജോലി വേണ്ടാന്ന് വെച്ചേ? അല്ല, ശങ്കർ പിന്നെ എങ്ങോട്ടാ പോകുന്ന? ഈ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ശങ്കർ എങ്ങോട്ടാ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അതെങ്ങനെ ഗംഗ അറിഞ്ഞെന്ന് ചോദിക്കാം. ജോലി വേണ്ടാന്ന് വെച്ചാൽ എന്തിനാ? ഈ ചോദ്യം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആ തിരുമേനോട് ചോദിച്ചു, ശങ്കർ ജോലി വേണ്ടാന്ന് വെച്ച കാര്യം എന്താന്ന്. പറഞ്ഞു, എവിടെയോ യാത്ര പോകാനുണ്ട്, കുറെ ദിവസം ലീവായിരിക്കും, അതുകൊണ്ടാ വേണ്ടാന്ന് വെച്ചാ. അപ്പൊ എന്നും വരാനൊന്നും പറ്റില്ല എന്ന് പറയാൻ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ശങ്കർ ഇന്നും രാവിലെ പോകുന്നുണ്ടല്ലോ ക്ഷേത്രത്തിലേക്കാന്നും പറഞ്ഞിട്ട്. അപ്പൊ ശങ്കർ പിന്നെ എങ്ങോട്ടാ പോന്നേ? അതെ, ഞാനും വരൂട്ടാ നിങ്ങളുടെ കൂടെ ട്രിപ്പിന്. പക്ഷെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമാനായിട്ട് ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ വീഡിയോ ചെയ്യാൻ വേണ്ട കണ്ടന്റിന് വേണ്ടിയിട്ടേ, വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടി അവിടെ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ വീഡിയോസ് ഒക്കെ എടുത്തോളാം. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയണം. ഗൗരിയെ നോക്കി ചിരിച്ചിട്ട് ഗംഗ അങ്ങോട്ട് പോവാണ്. ഈ സമയം ശങ്കർ അജിത്തിന്റെയും ജോജുവിന്റെ അടുത്തായിരുന്നു. ശങ്കർ അജിത്തിനോട് പറഞ്ഞു, എവിടെ ഉണ്ടെങ്കിലും അവൻ പൊക്കണം ആ ധ്രുവനെ. ഏത് മാളത്തിൽ ഒളിച്ചേരുന്നാലും. അല്ല, നിങ്ങൾ ഈ കണ്ട നോട്ടമൊക്കെ നോക്കിയിട്ട് അവനെ കണ്ടു കിട്ടിയില്ലെന്ന് ചോദിക്കുക. എന്റെ ശങ്കർബായി, അവൻ മുങ്ങിയേക്കും. അവൻ മാത്രമല്ല, അവന്റെ കൂട്ടാളികളും മുങ്ങിയേക്കുക. ഞങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അവന്മാർക്ക് മനസ്സിലായി നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവന്മാര് മുങ്ങിയേക്കുക. ഇനി എവിടെ പോയി തപ്പാനാന്ന് അറിയത്തില്ല. ഈ സമയം ശങ്കർ പറഞ്ഞു, എവിടെ പോയി തപ്പിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, എന്റെ കൈ കൊണ്ട് വേണം അവന്റെ അവസാനം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പറയാം. അല്ല ശങ്കർബായി, അവന്മാരെ കണ്ടു കിട്ടിയിട്ടില്ലോ. കണ്ടു കിട്ടും. അതിന് ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? എന്തേലും ഒരു മാർഗമില്ലാതെ ശങ്കർബായി ഇങ്ങനെ പറയത്തില്ലോ എന്ന് അജിത്ത് പെട്ടെന്ന് പറയണം. നമുക്ക് ശിവാനി, അവളാണ് നമ്മുടെ അടുത്ത പ്രതീക്ഷ. ശിവാനിയോ? അതെ, ധ്രുവന്റെ കാമുകി ശിവാനി എന്നൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അവിടെ പൊക്കുവാണെങ്കിൽ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ഒരു പക്ഷെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ഉറപ്പായിട്ട് ശിവാനിയുടെ അടുത്ത് ചെല്ലാതിരിക്കില്ല. അപ്പൊ ശിവാനിയെ കുറിച്ച് അന്വേഷിക്കുവാണെങ്കിൽ നമുക്ക് ധ്രുവനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞേക്കുമെന്ന് പറയാം. അത് ശരിയാ ശങ്കർബായി. ശങ്കർബായിയുടെ ഐഡിയ കൊള്ളാം. ഈ സമയത്താണ് ഗൗരിയുടെ ഫോൺ കോൾ വരുന്നത്. ഗൗരി എന്താ പോലും ഈ സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ശങ്കർ എവിടെയാന്ന് ചോദിക്കുക. അല്ല, ഞാൻ ക്ഷേത്രത്തില്. അല്ല, എന്താ? അത് ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെയല്ലേ, അപ്പൊ കുറെ ജോലികളൊക്കെ ഉണ്ട്. എല്ലാം എന്റെ തലയിൽ കൂടെയാന്നേ. നോട്ടീസ് അടിക്കുന്ന കാര്യമോ പിന്നെ ഓരോ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഓരോ കാര്യങ്ങൾ എന്റെ തലയിലേക്ക് വെച്ച് കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഇച്ചിരി ധൃതിയായി പോയി ഗൗരി. അതുകൊണ്ടാ വിളിക്കായിരുന്നെന്ന് പറയണം. അല്ല, എന്താ ഗൗരി വിളിച്ചേ? ഒന്നുമില്ല, വെറുതെ ആന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. അപ്പൊ എവിടെയോ ശങ്കർ ഉണ്ട്, തന്നോട് കള്ളം പറഞ്ഞിരിക്കുന്ന. എവിടെയായിരിക്കും പോലും ശങ്കർ? ഇതൊക്കെ ഗൗരിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഈ സമയം ശങ്കർ അയത്തിനോടും ജോജിനോടും ആയിട്ട് പറഞ്ഞു, പാവം ഗൗരി,
അവൾ ഇപ്പോഴും തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. താൻ പക്ഷെ ക്ഷേത്രത്തിലെ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം അവൾക്കറിയത്തില്ലോ. അവൾ അറിഞ്ഞു ഒരു കാരണവശാലും ഇന്നും സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. പിന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളെ വിളിക്കും. സത്യങ്ങളും തുറന്നു പറയരുത്. ഞാൻ ധ്രുവന്റെ പുറകെയാന്നുള്ള കാര്യം ഒരു കാരണവശാലും പറയില്ലെന്ന് പറയാ. ശരി ശങ്കർഭായി, ഞങ്ങളിത് പറയില്ല എന്ന് പറയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അവളെ പൊക്കണം. നമുക്ക് അവൾ എവിടെ ഏതാന്നൊക്കെ അന്വേഷിക്കാം. അന്നെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അവനെ പിടികൂടാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അവൻ ഭയങ്കര ബുദ്ധിരാക്ഷസനെ. ഇത്രയും കാലം മാറി നിന്നില്ലെന്ന് ചോദിക്കുകയാണ്. അവന്റെ ബുദ്ധി എന്റെ അടുത്ത് ചെലാവില്ല. അജിത്ത് പറഞ്ഞു, ഒരുപക്ഷെ ശങ്കർഭായിയുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശങ്കർഭായി തീർക്കും എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും അവന്മാര് മുങ്ങിയിരിക്കുന്നെന്ന് പറയാ. ഈ സമയത്ത് ഗൗരി ഇങ്ങനെ അടുക്കളയിലേക്ക് വരുവാണ്. അപ്പൊ ജോലിക്കാരി അവിടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കറക്കി അടിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഗൗരി ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഗൗരിയുടെ അതെ ഇത് കറിയൊന്ന് നോക്കിയേക്കണം കേട്ടോ. ശരിയെന്ന് പറയണേ. കുറെ സമയം പുള്ളിക്കാരത്തി വീണ്ടും നോക്കുമ്പോൾ ഗൗരി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഗൗരിയുടെ ഉള്ളിൽ ശങ്കർ എങ്ങോട്ടാ പോയത്, ഇനി ധ്രുവനെ അന്വേഷിച്ചിട്ടായിരിക്കോ പോയെന്നൊക്കെ ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഗൗരിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളിക്കാരത്തി പറഞ്ഞു, അതെ അതിന് തീ ഇച്ചിരി കുറച്ചിടണോട്ടോ, തീ കൂട്ടിയാ വെച്ചിരിക്കുന്ന പറയാ. ഗൗരി എന്ത് ചെയ്യുവാണ്, ശരിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കിക്കളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഉപ്പ് പാത്രം എടുത്തിട്ട് കുറെ ഉപ്പ് അങ്ങോട്ട് ഇടുവാണ്. വേലക്കാരി ഇത് കണ്ടു. അയ്യോ കുഞ്ഞെ, ഇതെന്ത് പരിപാടിയെ കാണിച്ചേ? ഞാനേ ഉപ്പിടാനല്ല പറഞ്ഞു, ഞാനൊന്ന് ഉപ്പിട്ടതാ. വീണ്ടും എന്തിനടുത്തുകൊണ്ട് ഉപ്പിട്ടെ? അല്ല ചേച്ചിയല്ലേ പറഞ്ഞ അതിനകത്ത് ഉപ്പിടാൻ പറയേ. അയ്യോ ഞാൻ തീ കൂടുതൽ വെച്ച് തീ കുറച്ച് വെക്കണമെന്നാ പറഞ്ഞേ. അതിന് ഇതിന് മാത്രം ഉപ്പ് കോരിയേണ്ട ആവശ്യമുണ്ടോ? ദേ ഗംഗ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ കറിയാ, കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കിയേക്കുന്നത്. ഇനിയിപ്പോ ഇതെങ്ങാനും കൊച്ചമ്മ അറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു. അതിന് ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? കറിക്ക് ഉപ്പ് കൂടുന്നൊക്കെ സർവ്വസാധാരണമാ. അതെന്തെങ്കിലും മാറങ്ങ് നോക്കിയാൽ പോരെ. 2 ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് കണ്ടിച്ചിട്ടാൽ മതി, അതോട് ഒരു പ്രശ്നം തീരുമെന്ന് പറയണം. ഈ സമയത്താണ് അങ്ങോട്ട് തങ്കച്ചു വരുന്നത്. തങ്കച്ചു വന്നിട്ട് എന്താ അടുക്കളയില് എന്താ ഒരു ഒച്ചപ്പാടും വേളന്ന് ചോദിക്കുകയാണ്. അല്ല കൊച്ചമ്മ, കറിക്ക് ഉപ്പ് കൂടിപ്പോയി, ഞാൻ ഉപ്പിട്ടായിരുന്നു. ഗൗരിക്കും ഞാനത് വീണ്ടും കൊണ്ട് ഉപ്പിട്ടെന്ന് പറയണം. ഓഹോ അങ്ങനെ വരട്ടെ, അപ്പൊ അതാ കാര്യം. അപ്പൊ ഗംഗയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന കറിയാന്ന് പറഞ്ഞിട്ട് മനപ്പൂർവ്വം നീ ഗംഗേനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അമ്മ ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അല്ലേലും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗംഗേനെ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് ഓടിക്കുന്നത്? എനിക്കറിയാടി, പുറമെ നീ സ്നേഹം ഗംഗയോട് അഭിനയിക്കുവാണെങ്കിലും നിന്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യമാണെന്ന് എനിക്കറിയാം. അതിന് കാരണവും എനിക്കറിയാം. അമ്മേ, അനാവശ്യമായിട്ട് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് പറയരുത് കേട്ടോ എന്ന് പറയാം. പിന്നെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പൊക്കെ. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൗരിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ ഗൗരിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഗൗരി തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് കമൽ ഒരു മിസൈല് പോലെ അങ്ങോട്ട് വരുവാണ്. ഇവരുടെ ഇടയ്ക്കൂടെ വന്നങ്ങോട്ട് പോകുമ്പോഴത്തേനും തങ്കച്ചു ചോദിച്ചു, നിനക്ക് എന്നെ കണ്ണ് കണ്ടുകൂടെ കമലിന്റെ ഇടയ്ക്കൂടെ അല്ല, നിനക്ക് ആ സൈഡിൽ കൂടെ പോയാൽ പോരെന്ന് ചോദിക്കുക. കമലെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കമല അങ്ങനെ പോയിട്ട് ആ കബോർഡിനകത്ത് ടിന്നുകളൊക്കെ വെക്കുന്നിടത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഇതൊക്കെ വേലക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം ഗൗരിയും തങ്കച്ചിയും കൊണ്ട് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് തന്നെ. കമല അങ്ങനെ അവിടെ എല്ലാം നോക്കി, കിട്ടിയില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് ആ ടിന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, ആ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് മുളക് പൊട്ടിണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കുറച്ച് മുളക് പൊടി ഇങ്ങ് കൈ നിറച്ച് ഇങ്ങ് വാരി എടുക്കുവാണ് സ്പൂണും കൊണ്ട്. ഇത് വേലക്കാരി നോക്കിയത്. പിന്നീട് നേരെ ഗൗരിയുടെ തങ്കച്ചിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ വേലക്കാരി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കൈക്കകത്ത് മുളക് പൊടി ഒളിപ്പിച്ച് വെച്ചേക്കുക. അത് പുറയിൽ ഇങ്ങ് വെച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. പ്രശ്നം എന്താന്നോ? അതൊക്കെ നിന്നോട് പറയണോ? നിന്നോട് പറഞ്ഞു നീ എപ്പോ പരിഹാരം കാണുമെന്ന് ചോദിക്കുക. എന്നോട് പറ, പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ നോക്കട്ടെ. ഈ നിൽക്കുന്നവരുണ്ടല്ലോ കറിക്കകത്ത് കൊണ്ട് ഉപ്പ് വാരി ഇട്ടേക്കുന്നു. അത് ഗംഗയ്ക്ക് സ്പെഷ്യൽ ആക്കിയുണ്ട് കറിക്കകത്ത്. ഇവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഓ അതാണോ പ്രശ്നം? ഉപ്പ് കൂടിപ്പോയാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ലേ? എന്താ നീ കുറയ്ക്കുമെന്ന് ചോദിക്കണം. അല്ലേലും നിന്നോടൊക്കെ ഞാൻ എന്തിനാ മിണ്ടുന്നേ? നിനക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചല്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് കമല പറഞ്ഞു, അല്ലമ്മേ കറിക്ക് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ഈ മുളക് പൊടി ഇട്ടാൽ നമുക്കതും കൂടെ കുറയ്ക്കാം. എങ്ങനെയാ പറയാ, അമ്മയുടെ കണ്ണിനകത്ത് ഈ മുളക് പൊടി അങ്ങ് വാരി വിതറുവാണെങ്കിലേ കറിക്കകത്ത് ഉപ്പ് പൊക്കോളൂ എന്ന് പറയാ. പെട്ടെന്ന് തങ്കച്ചിക്ക് അപകടം എടുത്തു. ഗവി അന്തം വിട്ട് നോക്കുക. കയ്യിലിരുന്ന മുളക് പൊടി എടുത്ത് വിതറാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും ഗവി നീ അവളെ എങ്ങനെയാലും പിടിച്ചു മാറ്റാൻ പറയാണ്. ഇതേ ഇവൾക്ക് പ്രാന്താന്ന് പറയണേ. എനിക്ക് പ്രാന്താണോ? എനിക്കാണോ പ്രാന്ത? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് മുളക് പൊടി വിതറാൻ ചെല്ലുമ്പോഴത്തേനും ഗൗരി വട്ടം കയറി പിടിച്ചു. ഞാൻ എൻ്റെ പ്രാന്താണെങ്കിൽ കാണിച്ചു തരാം. എനിക്കാണ് പ്രാന്ത്, നിങ്ങൾക്കാണ് പ്രാന്ത് പറയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കമല. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പോ കണ്ണിനകത്ത് മുളക് പൊടി വിതറുവോ, മുളക് പൊടിയും കൊണ്ട് കണ്ണെഴുതുന്നാ കമല പറഞ്ഞേക്കുന്നേ. തങ്കച്ചിക്ക് അങ്ങനെ കണ്ണെഴുതുവാണ് നല്ലതെന്നാ പറഞ്ഞേ. അപ്പൊ ഇനിയിപ്പോ ആ കണ്ണെഴുത്തിന്റെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.